ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വാട്ടർ ഫൗണ്ടെയിനാണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഫ്ലോപ്പ് ആവും, ചിലപ്പോൾ കറക്റ്റ് ആവും ഗൈസ്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, ഇതിനാവശ്യമായിട്ട് വേണ്ടത് ഒരു മോട്ടറാണ് കേട്ടോ ഗൈസ്. ഇതിന് മാത്രമേ നമുക്ക് പൈസ ആവശ്യമുള്ളൂ ഗൈസ്. പിന്നെ നമുക്ക് ഒരു കുപ്പിയുടെ മേളുഭാഗം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഗൈസ്. അടപ്പുള്ള ഭാഗം ഇത്രയും മതി കേട്ടോ ഗൈസ്. എന്നിട്ട് ഈ അടപ്പിനടിയിൽ ഒരു ഹോൾ ഇടണം കേട്ടോ ഗൈസ്. നമ്മളിതിന് ഹോൾ ഇട്ടത് സോൾഡർ ഗൺ വെച്ചാണ്. സോൾഡർ ഗൺ ഇല്ലാത്തവർ ആണി പിടിപ്പിച്ച് തുളയിട്ടാലും മതി. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു വാട്ടർ ലെവലിൽ ഓസ് ഇത്രയും കട്ട് ചെയ്തെടുക്കണം. ഇച്ചിരി മതി കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഓസിനറ്റത്ത് ടേപ്പ് ചുറ്റണം. അതെന്താണെന്ന് വെച്ചാൽ ഈ മോട്ടറിൻ്റെ അകത്ത് വാട്ടർ ലീക്ക് ആവാതെ നല്ല തിക്കായിട്ടിരിക്കാനാണ് കേട്ടോ ഗൈസ്. നമ്മൾ ടേപ്പ് ചുറ്റി വെച്ചിരുന്നായിരുന്നു ഗൈസ്. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറ്റി ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു കമ്പ് ആവശ്യമുണ്ട് കേട്ടോ ഗൈസ്. കാരണം ഇതിങ്ങനെ ഈ ഓസ് നല്ല സ്റ്റഡി ആയിട്ട് നേരെ നിൽക്കാനാണ് കേട്ടോ ഗൈസ്. എന്നിട്ട് നമ്മൾ ഇതിന് ടേപ്പ് ചുറ്റി കൊടുക്കണം കേട്ടോ. നമ്മൾ ടേപ്പ് ചുറ്റി തുടങ്ങുവാണേ ഗൈസ്. ഇത് മേളിൽ വരെ ചുറ്റണം കേട്ടോ ഗൈസ്. ഞാൻ ചിലപ്പോൾ മേളിൽ വരെ ചുറ്റിയല്ല. ഇനി ഇത് ഇവിടുന്ന് പൊട്ടിക്കുവാണ്. ഇനി നമ്മൾ മേളിൽ കൊണ്ടുപോയി ചുറ്റും. എളുപ്പ പരിപാടിയാണ് കേട്ടോ ഗൈസ്. നമ്മളിവിടെ ടേപ്പ് ചെയ്യണേ. നമ്മൾ അവിടെയും ടേപ്പ് ചെയ്തു. ഇനി ഈ ടേപ്പ് ഞാൻ ഇവിടെ നിന്ന് പൊട്ടിക്കുവാണ്. ഇത് ഇത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതിങ്ങനെ നിൽക്കണം, ഓസ് ഇങ്ങനെ നിൽക്കണം. ഈ താഴെ ബലമായില്ലെങ്കിൽ ഒന്നുകൂടെ ചുറ്റാം. ഈ കുളത്തിലാണ് കേട്ടോ ഗൈസ് നമ്മൾ എന്തായാലും ഒരു വാട്ടർ ഫൗണ്ടെയിൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ടേപ്പ് കെട്ടി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ കുപ്പി നമ്മൾ താഴെ തുളയിട്ട് വെച്ചിരുന്ന ഭാഗം ഇവിടെ കയറ്റി വെക്കണം കേട്ടോ ഗൈസ്. നല്ല തിക്കായിട്ടിരുന്നോട്ടോ കേട്ടോ ഗൈസ്. കറക്റ്റ് ഹോളേ ഇടാവുള്ളൂ, ഇല്ലെങ്കിൽ ലീക്കാവും വാട്ടർ. എന്നിട്ട് നമ്മൾ ഏറ്റവും മേളിലും കൂടെ ഒന്നുകൂടെ ടേപ്പ് ചെയ്യുവാണ്. ടേപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഇത് ഇങ്ങനെ ഫിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി ഇത് വർക്ക് ചെയ്യുമോ എന്നറിയണം കേട്ടോ ഗൈസ്. ഇനി നമ്മൾ ഒരു സ്വിച്ച് ബോർഡ് എടുത്തിട്ടുണ്ട്. അത്തേലോട്ട് നമ്മളിത് കണക്ട് ചെയ്യുവാണ്. ഗൈസ് കണക്ട് ചെയ്തു. മോട്ടോർ വർക്ക് ആവുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമ്മളിത് വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുകയാണ് ഗൈസ്. വെള്ളം കയറുന്നുണ്ട് ഗൈസ്. ഇനി അത് നിറയണം ഗൈസ്. പമ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. വാട്ടർ ഫൗണ്ടെയിൻ നിറഞ്ഞ് ചാടാൻ തുടങ്ങി. എന്തായാലും നമ്മുടെ വാട്ടർ ഫൗണ്ടെയിൻ സക്സസ് ആയിട്ടുണ്ട് ഗൈസ്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ പ്രശ്നം ചാടുന്നില്ല ഗൈസ്. ഇനി ഇതിന്റെ ആംഗിളൊക്കെ കറക്റ്റ് ആക്കി വെക്കാം കേട്ടോ ഗൈസ്. ആവശ്യത്തിന് ചെരിച്ചൊക്കെ വെക്കാം. ഗൈസ് ഞാൻ എൻ്റെ ആവശ്യത്തിന് ചെരിക്കുകയാണ് ഗൈസ്. എന്താണേലും നമ്മുടെ വാട്ടർ ഫൗണ്ടെയിൻ വർക്കായി. ഞാൻ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത്രേ ഉള്ളൂ സംഭവം. നമുക്ക് വേണമെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. ആവശ്യത്തിന് ചരിച്ചൊക്കെ വെക്കാം. ബട്ടൺ നമ്മൾ ഉദ്ദേശിച്ച പോലെ വർക്കായില്ല കേട്ടോ ഗൈസ്. കുറച്ച് ഫേക്കാണ് കേട്ടോ ഗൈസ്. അത്രയും ഉദ്ദേശിച്ച പോലെ വർക്കായില്ല ഗൈസ്. അടുത്ത പ്രാവശ്യം നമ്മൾ വേറൊരു ഫൗണ്ടെയിനായിട്ട് വരുന്നതാണ്.
ഗൈസ് അപ്പോൾ ഇത് അത്യാവശ്യം ശരിയായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഗൈസ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി, ടാറ്റാ.